ആഗോളതലത്തിൽ ലക്ഷക്കണക്കിന് കുഞ്ഞാരാധകരുള്ള അമേരിക്കൻ യൂട്യൂബറാണ് മിസ് റേച്ചൽ. മുഴുവൻ പേര് റേച്ചൽ ആൻ അക്കേഴ്സോ. ലോകത്തെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള ചിൽഡ്രൻസ് കണ്ടന്റ് ക്രിയേറ്ററും എഡ്യൂക്കേറ്ററും. മിസ് റേച്ചൽ ടോഡ്ലർ ലേണിംഗ് വീഡിയോസ് എന്ന അവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ മാത്രം 14 മില്യൺ വരും. 10 കോടിയൊക്കെയാണ് വീഡിയോകളുടെ ശരാശരി കാഴ്ചക്കാർ. ഇൻസ്റ്റഗ്രാമിൽ 30 ലക്ഷത്തോളം പേരും റേച്ചലിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ സമ്പന്ന കുടുംബങ്ങളിൽ പിറന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല റേച്ചലിന്റെ കാഴ്ചക്കാർ. അങ്ങ് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുമുണ്ട് അവർക്ക് കുഞ്ഞാരാധകരും ആരാധികമാരും. റേച്ചലിന്റെ വീഡിയോ കണ്ട് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നവരുണ്ട് അക്കൂട്ടത്തിൽ. ഇതിന്റെ സുഹൃത്ത് ഇസ്ര എന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഗസയിലെ ഏതാനും കുട്ടികളുടെ ചിത്രം പങ്കുവച്ചിരുന്നു റേച്ചൽ ഇൻസ്റ്റഗ്രാമിൽ. പഠിക്കാൻ മിടുക്കിയാണ് 6 വയസ്സുകാരി ഇസ്ര. ചമഞ്ഞൊരുങ്ങി നടക്കുന്നതും ഫാഷനുമെല്ലാം ഇഷ്ടമാണ് അവൾക്ക്. അവളുടെ ക്ലാസ്സിലെ 2 കൂട്ടുകാർ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ് തകർന്നിരിക്കുകയാണെന്നാണ് റേച്ചൽ കുറിച്ചത്. എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ അവരും അവരുടെ അച്ഛനമ്മമാർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു എന്നും പറയുന്നുണ്ട് അവർ. ഇസ്രായേൽ ക്രൂരതയ്ക്കിരയായി ഗസയിൽ ദിവസവും പിടഞ്ഞു മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദൈന്യതയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു റേച്ചൽ. ഗസയിൽ കൊല്ലപ്പെട്ട 15,000-ലേറെ വരുന്ന കുട്ടികളെക്കുറിച്ച് ദിവസവും ആലോചിക്കും ഞാൻ. ഗസ ജനസംഖ്യയുടെ പകുതിയിലേറെയും കുട്ടികളാണ്. അവരുടെ ഭക്ഷണവും വെള്ളവും എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മറ്റെല്ലാ കുഞ്ഞുങ്ങളെയും പോലെ അവർക്കും മനുഷ്യാവകാശങ്ങളില്ലേ? എന്തുകൊണ്ടാണ് അവരുടെ യാതനകളെക്കുറിച്ച് പല നേതാക്കളും ജനങ്ങളും മൗനം പാലിക്കുന്നത്? ഈ ലോകത്തെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ പരിഗണിക്കാൻ കഴിയണം, ഇല്ലെങ്കിൽ ആരെയും പരിഗണിക്കാൻ നിൽക്കരുത്. ഇതാദ്യമായല്ല. ഒക്ടോബർ 7-ന് ശേഷം ഗസയിൽ നടക്കുന്ന നരനായാട്ടിനെ കുറിച്ച് പലതവണ റേച്ചൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ക്രൂരതകളെക്കുറിച്ച് അവർ കുറിച്ചിട്ട വാക്കുകൾ ഇപ്പോൾ അമേരിക്കയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ പേര് പരാമർശിക്കുക പോലും ചെയ്യാതെ പോസ്റ്റിന്റെ പേരിൽ ലഹളയുണ്ടാക്കുന്നത് സയനിസ്റ്റ് അനുകൂല സംഘടനകളും നേതാക്കളുമാണ്. റേച്ചലിന് പിന്നിൽ ഹമാസ് ആണെന്നാണ് ആക്ഷേപം. ഹമാസ് പ്രൊപ്പഗണ്ടകളുടെ മെഗാഫോണായി മാറിയിരിക്കുകയാണ് അവരെന്നും ആരോപണമുണ്ട്. ജൂത പൗരാവകാശ സംഘം എന്ന പേരിൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന സ്റ്റോപ്പ് ആന്റി സെമിറ്റിസമാണ് റേച്ചലിനെതിരെ സൈബർ ആക്രമണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഒക്ടോബർ 7 മുതൽ ഹമാസ് പ്രൊപ്പഗണ്ടകളുടെ പ്രചാരകയായി മാറിയിരിക്കുകയാണ് റേച്ചൽ എന്ന് സംഘം ആരോപിക്കുന്നു. തന്റെ പ്ലാറ്റ്ഫോമുകളിലൂടെ 2 കോടിയിലേറെ വരുന്ന ഫോളോവർമാർക്ക് മുന്നിലേക്കാണ് അവർ ഇത്തരം വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്രായേൽ വിരുദ്ധ പ്രചാരണം നടത്താൻ അവർക്ക് വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് US അറ്റോർണി ജനറൽ പാം ബോണ്ടിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സംഘം. റേച്ചൽ പ്രചരിപ്പിക്കുന്നതെല്ലാം കള്ളങ്ങളാണെന്നാണ് സ്റ്റോപ്പ് ആന്റി സെമിറ്റിസം കൂട്ടായ്മ ആരോപിക്കുന്നത്. ഗസയിൽ പട്ടിണി കിടക്കുന്ന കുട്ടി എന്ന് പറഞ്ഞ് കാണിച്ചത് ജനിതക വൈകല്യമുള്ള കുഞ്ഞാണെന്നാണ് ഒരു വാദം. 14,000-ലേറെ കുട്ടികൾ കൊല്ലപ്പെട്ടെന്ന ഹമാസിന്റെ വ്യാജവാദം ഏറ്റുപിടിക്കുന്നു. സായുധ സംഘങ്ങളാണ് മരിച്ചവരിൽ 72% പേരും. ഗസയിലെ തണുത്തുവിറച്ച മരണങ്ങൾ എന്ന് പറഞ്ഞ് നൽകിയ ദൃശ്യങ്ങൾ വിക്കിപീഡിയയിൽ നിന്ന് എടുത്തതാണ്. കുട്ടികളെ ഇസ്രായേൽ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ കൊന്നൊടുക്കുകയാണെന്ന് പറയുന്നു. 1.7 മില്യൺ ടൺ സഹായങ്ങൾ വിതരണം ചെയ്തിട്ടും ഇസ്രായേൽ സഹായങ്ങൾ തടയുന്നുവെന്ന് ആരോപിക്കുന്നു. ഇതിനൊക്കെ റേച്ചലിന് ആരെങ്കിലും ഫണ്ട് ചെയ്യുന്നുണ്ടോ? FARA പ്രകാരം പരാതി രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഈ ജൂത കൂട്ടായ്മ. ഗസയിൽ നിന്ന് പുറത്തുവരുന്ന ഹൃദയഭേദകമായ കാഴ്ചകൾ പങ്കുവെച്ച് ലോക നേതാക്കളുടെ അർത്ഥഗർഭമായ മൗനം ചോദ്യം ചെയ്ത് പലതവണ രംഗത്തെത്തിയിട്ടുണ്ട് റേച്ചൽ. ഒരു തവണ കൊടും പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞ് വികാരഭരിതയാകുന്നുണ്ട് അവർ. കുട്ടികളെ ഇങ്ങനെ പട്ടിണിക്കിടരുതെന്ന് ലോകത്തോട് അപേക്ഷിക്കുന്നുമുണ്ട്. എല്ലാ കുട്ടികളും തുല്യരാണെന്നും അമൂല്യ രത്നങ്ങളാണെന്നും റേച്ചൽ പറയുന്നു. അവരുടെ ജീവനും വിലയുണ്ട്. എന്നാൽ ഇപ്പോൾ ഗസയിൽ ഉൾപ്പെടെ ചില കുട്ടികൾ അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ മക്കൾ വെള്ളവും ഭക്ഷണവുമില്ലാതെ പട്ടിണി കിടക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കാൻ എല്ലാവരുടെയും സഹായം തേടില്ലേ എന്നും ചോദിക്കുന്നുണ്ട് അവർ. ഗസയിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലും അഭയാർത്ഥി ടെന്റുകളിലും റേച്ചലിന്റെ യൂട്യൂബ് വീഡിയോകൾ കണ്ട് ചിരിക്കുകയും രസിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അത്തരം ദൃശ്യങ്ങൾ റേച്ചൽ തന്നെ അഭിമാനത്തോടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കാറുമുണ്ട്. ചുറ്റിലുമുള്ള ബോംബറുകളുടെ ഭീകര ശബ്ദങ്ങൾക്കിടയിൽ ഭയചകിതരായി കഴിയുന്ന കുഞ്ഞുങ്ങളെ ചിരിപ്പിക്കാൻ കഴിയുന്നതിലും ഭാഗ്യം എന്തുണ്ട്? ബോംബിന്റെയും മിസൈലിന്റെയും ഭീകരതയ്ക്കും യുദ്ധവിമാനങ്ങളുടെ കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾക്കുമിടയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം എങ്ങനെയാകും? അവരുടെ മാനസികാവസ്ഥ എന്താകും? കുഞ്ഞു മനസ്സ് വായിക്കാൻ റേച്ചലിനെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. കുഞ്ഞുങ്ങളുടെ നോവും യാതനകളും മനസാക്ഷിയുള്ളവരെ എല്ലാം പൊള്ളിക്കും. ഗസയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ ജൂതവിരുദ്ധരെന്ന ചാപ്പ് കുത്തി നാടുകടത്തുകയും ജയിലിലടക്കുകയും ചെയ്യുന്ന പുതിയ ട്രംപ് കാലമാണ്. എന്നാൽ നാട്ടിൽ അനീതി വാഴുമ്പോൾ ഭയന്നിരിക്കാനും മൗനം പാലിക്കാനും തന്നെ കിട്ടില്ലെന്ന് ഉറക്കെ പറയുകയാണ് റേച്ചൽ ആൻ അക്കേഴ്സോ.